എടാ, നാളെയാണ് വാഷിംഗ് മെഷീൻ്റെ അടവ്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ. പിന്നെ അനുവിൻ്റെ സ്കൂളിൽ നിന്ന് ടൂറും പോകുന്നുണ്ട്. അതിനും ഒരു 5000 രൂപ വേണമെന്ന് അവള് പറഞ്ഞു. രണ്ടും കൂടി നാളെ അയക്കില്ലേ? രാവിലെ അയക്കാം. ശരി എന്നാ. വേറൊന്നുമില്ലല്ലോ? നിങ്ങൾ എനിക്ക് സുഖമാണോന്ന് പോലും ചോദിച്ചില്ലല്ലോ. നിനക്കെന്താടാ, നീ എറണാകുളത്ത് അടിച്ചു പൊളിക്കല്ലേ? ബ്രോന്റെ പേരെന്താ പറഞ്ഞേ? വിഷ്ണു. വിഷ്ണു അല്ലേ? ഞാനേ ഒരു 550 രൂപ ഇട്ടിട്ടുണ്ട്. ബാക്കി ബ്രോ വെച്ചോ. താങ്ക്സ് ബ്രോ. ആ 5 സ്റ്റാർ റേറ്റിംഗ് കൂടി ഒന്നിട്ടേക്കണേ. ഓക്കെ ബ്രോ, അത് ഞാൻ ഇട്ടേക്കാം. ഓക്കെ. പിന്നെ ഉണ്ടല്ലോ ബ്രോ, നേരത്തെ പറഞ്ഞ ആ സിനിമയുടെ പേരെന്തായിരുന്നു? വി ആർ ദി മില്ലേഴ്സ്. കിട്ടിലും പാടാണ്, കണ്ടു നോക്ക്. അപ്പം ഞാൻ എന്തായാലും കാണാം. ഓക്കെ ബ്രോ, സേഫായിട്ട് സൂക്ഷിച്ചു. ഓക്കെ, താങ്ക്സ് ബ്രോ. കാണാം. അതെ മാഡം, വന്നുകൊണ്ടിരിക്കുക. ഒരു 800 മീറ്റർ. ഇതാ ഇപ്പം എത്തും. ഓക്കെ. മാഡം, ഞാനിവിടെ എത്തിയിട്ടുണ്ടേ. ഓക്കെ. എന്താ? OTP. ഓക്കെ. CG ഹോസ്പിറ്റലല്ലേ? എന്താ, പനിയാണോ? കണ്ടിട്ടൊരു പനി ലക്ഷണം ഉണ്ടല്ലോ. അല്ല. തലവേദന, ജലദോഷം, മലേറിയ, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഇനി കൊറോണ എങ്ങാനും? എൻ്റെ പൊന്നേട്ടാ, എനിക്ക് അസുഖമൊന്നുമില്ല. ആണല്ലേ? പിന്നെ അവിടെ ആരെങ്കിലും അഡ്മിറ്റ് ആണോ? ആരെങ്കിലും കാണാൻ എന്തെങ്കിലും പോവാണോ? അല്ല. അടുത്ത് സംസാരിച്ചോ? കുഴപ്പമൊന്നുമില്ല. അമ്മേ. അവന്റെ ഒരു കുമ്മ. വിളിച്ച ഫോൺ എടുക്കാൻ അറിയില്ല നിനക്ക്? നീ എവിടെ കഞ്ചാവും MDA വലിച്ച് അടിച്ചു പൊളിച്ച് നടന്നോ? നിനക്ക് ഈ വീട്ടിൽ നടക്കുന്നൊന്നും അറിയണ്ടല്ലോ. അതിനിപ്പോ എന്താ ഉണ്ടായത്? ഗ്യാസ് തീർന്നു. ഉച്ചയ്ക്ക് ചോറ് വെക്കാൻ ഗ്യാസ് ഇല്ല. ഇത് ഇന്നലെ പറഞ്ഞില്ലല്ലോ വിളിച്ചപ്പോ. പിന്നെ എന്നോട് വെച്ചിട്ടാണല്ലോ ഗ്യാസ് തരുന്നേ. നീ ഒരു 2000 കൂടി അയച്ചേ, ഗ്യാസ് വാങ്ങണം. ഇന്നിനെ വെക്കാനൊന്നും വയ്യ. ഇത്ര നേരമായില്ലേ? എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ കുഴിമന്തി വാങ്ങുക. നീ മാത്രം തിന്നാ പോരല്ലോ മന്തി. ഇപ്പൊ അയക്കാം. അമ്മേ. അമ്മയുടെ വിചാരം ഞാനിവിടെ 3 നേരം മന്തിയെ കഴിക്കാറുന്ന. ഇയാൾ ഇന്നെന്താ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല. ഇതിപ്പോ ഉച്ചയില്ലേ, ഇനിയിപ്പോ ഒരുമിച്ച് കഴിക്കാലോ. ഇങ്ങനെ വയറ് വിശന്നിരുന്നൂടാട്ടോ. മേഡം അത് വിട്. ഇതാ ഹോസ്പിറ്റലിൽ എത്താറായി. എന്താ ഹോസ്പിറ്റൽ? എന്താ? അബോർഷൻ ചെയ്യാൻ പോവും. അതെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോൾ വരാം. മേഡം.
ടൈമിൽ ബാക്ക് സീറ്റ് അത്ര കംഫർട്ട് ആവണമെന്നില്ല. പിന്നെ ഫ്രണ്ടിലോട്ട് ഇരുന്നോളൂ, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. മൂഡ് ഓഫ് ആണോ? ഏയ്, പിന്നെ രാവിലത്തെ തെളിച്ചൊന്നുമില്ലല്ലോ. അതെങ്ങനെ ഉണ്ടാവും? ഒരാളെ കൊലയ്ക്ക് കൊടുക്കാനല്ലേ ഞാൻ വണ്ടി ഓടിച്ച് കൂടെ വന്നത്. അതൊരു ശരിയായ കാര്യമായിട്ട് തോന്നുന്നില്ല. മനസ്സിലായില്ല. എനിക്കാണ് നിങ്ങളെ മനസ്സിലാവാത്തത്. അതൊരു മനുഷ്യജീവനല്ലേ? ശരിയാ, തിന്നാൻ വേണ്ടി മനുഷ്യന്മാർ കൊല്ലാറുണ്ട്. പക്ഷേ ഈ അബോഷണമൊക്കെ, അതും ജനിച്ചിട്ടില്ലാത്തൊരു ജീവൻ. വളർത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? എനിക്കറിയില്ല ഈ ആളെ കൊല്ലാനും അബോഷൻ ചെയ്യാനൊക്കെ എങ്ങനെ മനുഷ്യന്മാർക്ക് കഴിയുന്നതെന്ന്. ഇനിയിപ്പോൾ നിങ്ങളെൻ്റെ റേറ്റിംഗ് കുറച്ചാലും കുഴപ്പമില്ല. ഉള്ളതോ ഞാൻ പറയാലോ, നിങ്ങളുടെ കൂടെ ഡ്രൈവറായി വന്നതിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. പിന്നെ ഇത്രയും നേരം ഞാൻ കാത്തുനിന്ന് ഇതെല്ലാം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കൂടി എനിക്ക് നിങ്ങളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാനത് ചെയ്യില്ല. അതെൻ്റെ മര്യാദ. വണ്ടി ഒന്ന് നിർത്തി. വണ്ടി ഒന്ന് നിർത്ത്. എന്താ? ഇവിടെ നല്ല ചോറും ബീഫും കിട്ടും. രാവിലെ മുതലൊന്നും കഴിച്ചില്ല പറഞ്ഞു. വാ കഴിക്കാം. വാടോ. ഏയ്, വേണമെന്നില്ല. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, വാ. കൊന്നാ പാപം തിന്നാ തീരുന്നാണോ? എന്നാലും എങ്ങനെ സാധിക്കുന്നു മാഡം? നിങ്ങൾക്ക് തൊണ്ടയിൽ കൂടെ ചോറിറങ്ങുമോ? എടോ, താനിത് കയറി കയറി എങ്ങോട്ടാ? ഞാനൊരു ഡോക്ടറാണ്. സ്റ്റെതസ്കോപ്പ് ഹോസ്പിറ്റലായി പോയില്ലേ, കാണിച്ചു തരായിരുന്നു. എൻ്റെ കാറ് കംപ്ലൈൻ്റ് ആയപ്പോൾ തന്നെ റൈഡിന് വിളിച്ചതാണ്. അല്ലാണ്ട് എൻ്റെ അബോഷനല്ല, എൻ്റെ പേഷ്യൻറ്റിൻ്റെയാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അബോട്ട് ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റും. അങ്ങനെ അബോട്ട് ചെയ്തതാണ്. 10 വർഷം അവരൊരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുന്നു. നടന്നില്ല. സോറി മാഡം, ഡോക്ടറാണെന്ന് അറിഞ്ഞില്ല ഞാൻ. കുഴപ്പമില്ലടോ. എറണാകുളത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന, കൂടാതെ 3 നേരം മന്തി കഴിക്കുന്ന തനിക്കത് പറയാം. അമ്മ ഒരു ടൈപ്പാ. എന്നാലും എനിക്കതല്ല. ഡോക്ടറാണെന്നൊക്കെ പറയുമ്പോൾ ചർമ്മം കണ്ട പ്രായം തോന്നിക്കണ്ടേ? എന്നാലും എത്ര പറയും? ഒരു 24, അല്ല 23, 23 വയസ്സ്. ഓടോ, എനിക്ക് 29 വയസ്സായി. 29? നക്ഷത്രം എന്തായിരുന്നു? എന്തിനാ? ചുമ്പ അറിഞ്ഞിരിക്കാൻ. ഇവർക്ക് ഇതുവരെ ഒന്നും കൊടുത്തില്ല. എന്താ വേണ്ടത് സർ? 2 ഊണും 2 ബീഫ് ഫ്രൈയും. ടേബിൾ നമ്പർ 4ലേക്ക് 2 ഊണും 2 ബീഫ് ഫ്രൈയേ. ഇപ്പം എടുക്കട്ടോ. അല്ല, നക്ഷത്രം എന്താന്ന് പറഞ്ഞില്ല.